ഹലോ, നമസ്കാരമുണ്ട്. ഒരു ബസ് യാത്രക്കിടുണ്ടായ ആരോപണത്തിന് വിധേയനായ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. സങ്കടകരമായ വാർത്തയാണ് കേട്ടോ. വല്ലാത്തൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഒരു ഒരു കാര്യം അത് സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയുന്നതിൻ്റെ മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അത് സത്യമാണെന്ന്. വൈറലാകാൻ വേണ്ടിയും റീച്ച് കിട്ടാൻ വേണ്ടിയും ഇത്തരം വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. ലൈംഗിക അതിക്രമങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടേണ്ട സംഭവം തന്നെയാണ്. അതിലൊരു തർക്കമല്ല. പക്ഷേ ഒരു ആരോപണം വരുമ്പോൾ തന്നെ അയാളെ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ പ്രതിയായിട്ട് മുദ്ര കുത്തിയിട്ട് ആഘോഷിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരോപിക്കപ്പെടുന്ന ആൾക്കത് അയാളുടെ കുടുംബം, അഭിമാനവും പ്രശ്നമാണ്. സെൻസിറ്റീവായ ആളുകളാണെങ്കിൽ പറയും വേണ്ട, അവർ പെട്ടെന്ന് പോയിട്ട് ആത്മഹത്യ ചെയ്ത് കളയും. അവർ ചെയ്യാത്ത തെറ്റിന് ആരോപിക്കപ്പെട്ടാൽ. നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരു വാക്ക് കൊണ്ട് ഒരാൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടാവാനുള്ള ഇട വരുത്തരുതേ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും പണ്ടത്തെ ജനറേഷൻ ആരായാലും ഇങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനാണല്ലോ ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോണതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിത് ഇടുന്ന സമയത്ത് എത്രമാത്രം അത് എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല.